ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു പുതിയ മോഡൽ കുർത്തിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് ഞാൻ 36 ഇഞ്ച് ചെസ്റ്റ് സൈസിൽ അളവിലാണ് ചെയ്യുന്നത്. ഞാനിവിടെ റയോൺ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. പ്രിൻറ്റഡ് റയോൺ ആണ്. ഇതിന് 43 ഇഞ്ചോളം വീതി വരുന്ന ക്ലോത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ വെക്കാനായിട്ട് മാത്രം ഞാൻ താഴേക്ക് ലൈനിങ് വെക്കുന്നില്ല. ടോപ്പ് പോർഷനിൽ വെക്കാനായിട്ട് 3/4 മീറ്റർ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നമുക്ക് പൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് 3/4 മീറ്ററോളം ബ്ലൂ കളറിലുള്ള കോട്ടൺ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഈ ക്ലോത്തിന് വന്നിട്ട് മീറ്ററിന് 185 രൂപ വില വരുന്ന ക്ലോത്താണ്. അപ്പോൾ റയോൺ നമുക്കിപ്പോൾ പല റേഞ്ചിൽ കിട്ടും. സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു ഒരു 80 രൂപ മുതൽ കിട്ടും എന്ന് തോന്നുന്നു, പ്ലെയിൻ ക്ലോത്തുകളൊക്കെ. ഇതിന് വന്നിട്ട് ഇത് അല്പം കട്ടിയുള്ള തരത്തിലുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. അതുകൊണ്ടാവാം അറിയില്ല, 185 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. വളരെ സോഫ്റ്റ് ക്ലോത്ത് കൂടിയാണ്. പിന്നെ ഈ ലൈനിങ് ക്ലോത്തിന് ഒരു 3/4 മീറ്ററിന് വന്നിട്ട് മീറ്ററിന് 40 രൂപ വില വരുന്ന ക്ലോത്താണ്. അപ്പോൾ ഒരു 30 രൂപ 3/4 മീറ്ററിനാകും. അതുപോലെ തന്നെ ഇത് മീറ്ററിന് 100 രൂപ 110 രൂപ വില വരുന്ന കോട്ടൺ ക്ലോത്താണ്. ഇതും 3/4 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 80 രൂപയോളം ഇതിൻ്റെ വിലയാവും. ഞാൻ ആദ്യം ടോപ്പ് പോർഷൻ്റെ മെഷർമെൻറ്റാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈനിങ് ക്ലോത്തിലാണ് ഞാൻ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലോത്ത് ഞാൻ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള പോർഷനാണ്, ഇവിടെ ക്ലോസ്ഡ് പോർഷനാണ്. അപ്പം ഈ ക്ലോസ്ഡ് പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്കാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് പറയാം. ഒരു വിടർത്തി ഇടുമ്പോൾ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 15 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ട ലെങ്ത് 14 ഇഞ്ചാണ്. അപ്പോൾ തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ടാണ് 15 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് 22 ഇഞ്ചോളം വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 20 ഇഞ്ച് മതി, ബാക്കി 2 ഇഞ്ച് സീം അലവൻസ് ആണ്. ഇനി ഈ ക്ലോത്തിനെ നമ്മളിങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇത് 4 പീസ് ഉണ്ട്. ലെങ്ത് സെയിം ആയിരിക്കും. വിഡ്ത്ത് വന്നിട്ട് 1/4 ആകും. ഫ്രണ്ടും ബാക്കുമായിട്ടാണ്. അപ്പോൾ 11 ഇഞ്ചാണ് ഇതേ കണ്ടോ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്, ഒരു പീസ് ക്ലോത്തിന് വരുന്നത്. നമുക്കിനി അളവുകൾ മാർക്ക് ചെയ്യാം. ഈ ഭാഗത്ത് നിന്നും, ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്കാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നെക്ക് വിഡ്ത്ത് വേണ്ടത് 3 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നെക്ക് നമ്മൾ ഇപ്പോഴേ കട്ട് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. ഷോൾഡർ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നിന്നും താഴേക്ക് ആം ഹോൾ 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും നിങ്ങൾ 7 ഇഞ്ച് തന്നെ വരുന്നുണ്ടോ എന്നൊന്ന് മെഷർ ചെയ്തോണം കേട്ടോ. ഇത് അങ്ങോട്ട് നീങ്ങിപ്പോരുത് നമ്മൾ മാർക്കിങ്, അതുകൊണ്ടാണ്. ഇനി ഇതൊരു ബോക്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി ആം ഹോൾ മാർക്ക് ചെയ്ത ഈ ലൈനിൽ നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് മെഷർമെൻറ്റ് എനിക്ക് വേണ്ടത് 9 ഇഞ്ചാണ്. 36 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് 9 ഇഞ്ചാണ്. ഞാൻ അതിൻ്റെ കൂടി 1/2 ഇഞ്ച് ലൂസ് കൂടി ഇട്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ട് 11 ഇഞ്ചിൽ കൂടി ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഡി ലൈൻ നമുക്കൊന്ന് നീട്ടി വരയ്ക്കാം. ഈ ചെസ്റ്റ് ലൈൻ ഇതിങ്ങനെ. ഓക്കെ, ഇത് നമുക്ക് വേസ്റ്റ് മെഷർമെൻ്റ് ആണ് എടുക്കേണ്ടത്. വേസ്റ്റിൻ്റെ ഭാഗം നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ 14 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് മുകളിൽ സീം അലവൻസ് പോകും, താഴെയും 1/2 ഇഞ്ച് പോകും. അപ്പോൾ നമുക്ക് മുകളിൽ നിന്നും ഒരു 14.5 ഇഞ്ചിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ 14.5 ഇഞ്ചിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ വേസ്റ്റ് മെഷർമെൻറ്റ് ചെസ്റ്റിനേക്കാൾ ഒരു അല്പം കുറച്ചെടുക്കുക. അത് നമ്മുടെ വേസ്റ്റ് ഭാഗത്തെ ആ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് വേണം എടുക്കാൻ. ചെസ്റ്റിൻ്റെ ഒപ്പം തന്നെ വണ്ണമുള്ളവരാണെങ്കിൽ ആ സെയിം മെഷർമെൻറ്റ് എടുക്കുക. ഞാനിവിടെ 9 ഇഞ്ചാണ് എടുക്കുന്നത്. മുകളിൽ 9.5 ആയിരുന്നു. ഇവിടെ 1/2 ഇഞ്ച് കുറച്ച് 9 ഇഞ്ച് എടുക്കുന്നു. 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതും തമ്മിലും ജോയിൻ ചെയ്യാം. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ലൈനാണ്. ഇത് കട്ട് ചെയ്യേണ്ട ലൈനുമാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മിഡിൽ പോർഷനിൽ വന്നിട്ട് ഒരല്പം കർവ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഈ ഇടഭാഗം ഒതുങ്ങിയിരിക്കുകയുള്ളൂ. ഇങ്ങനെയൊന്ന് ഇവിടെ ഒരു ചെറിയ കർവ് വരുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ലൈനിൽ നിന്നും മുകളിലേക്ക് ഒരു 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് ഒരല്പം ചരിച്ച് വേണം ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ ഒരല്പം മുകളിലേക്കാക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് കർവ് ചെയ്ത് വരയ്ക്കാം. ഇത് ബാക്ക് ആം ഹോളാണ്. ഫ്രണ്ട് ആം ഹോൾ ഒരല്പം കടത്തി കട്ട് ചെയ്യുക.
ഇത് ഫ്രണ്ട് ആം ഹോൾ, ഇത് ബാക്ക് ആം ഹോൾ. അതുപോലെ തന്നെ ദേ ഈ ഭാഗം ഷോൾഡറിൻ്റെ ഈ പോർഷനിൽ ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ദേ ഈ നെക്കിൻ്റെ ഈ ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്കൊന്ന് ഒരല്പം ചരിച്ച് നമ്മളത് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ കൂടി ഒന്ന് ലൈൻ വരയ്ക്കുക. നെക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ സെയിം മെഷർമെൻറ്റിൽ തന്നെ ഈ മെയിൻ ക്ലോത്തിൽ നിന്നും നമ്മൾ ക്ലോത്ത് മുറിച്ചെടുക്കുക. ഓക്കെ, ടോപ്പ് പോർഷന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്നും ഇങ്ങനെ ഈ ബാക്ക് ആം ഹോളാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതുവഴിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങനെ 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 കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഫ്രണ്ട് പീസിൽ മാത്രമേ ഈ ആം ഹോൾ ഇങ്ങനെ കയറ്റി കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് പീസിൽ മാത്രം കൈയുടെ ഈ പോർഷൻ കടത്തി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം കൂടി ഒന്ന് മാർക്ക് ചെയ്തു പോകാം. നെക്ക് ഞാനിവിടെ ആദ്യം നെക്ക് വിട്ട് പറഞ്ഞിരുന്നല്ലോ, 2.25 ഇഞ്ച്. നെക്കിൻ്റെ ലെങ്ത് ഇത് ഫ്രണ്ട് പീസിൻ്റെ ആണ്, ബാക്ക് പീസിൻ്റെ അല്ല. രണ്ടും ഒരുപോലെ ഇറക്കം വേണമെന്നുള്ളവർക്ക് ഒരുപോലെ കട്ട് ചെയ്യാം. ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്താണ് കട്ട് ചെയ്യുന്നത്. 5.5 ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5.5 ഇഞ്ച് നമ്മളൊന്ന് ബോക്സായിട്ട് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ബാക്ക് പീസിൽ വന്നിട്ട് ബാക്ക് പീസിൽ 3.5 ഇഞ്ച് ലെങ്താണ് എടുക്കുന്നത്. ഫ്രണ്ട് പീസിൽ ഞാനിനി ഇവിടെ ഒരു വി ഷേപ്പ് അല്ല, എന്നാലൊരു കേർവ്ഡ് വി ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്തിട്ട് ഞാനിവിടെ ഇങ്ങനെ നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ ഇതേ കണ്ടോ, ഇങ്ങനെ ഒന്ന് ഭംഗിയായിട്ട് നമുക്കിത് ഇതുകൊണ്ട് വരച്ചെടുക്കാൻ പറ്റും. ഈ ഒരു ഷേപ്പിലാണ് കഴുത്ത് കട്ട് ചെയ്യുന്നത്. ബാക്ക് പീസിൽ സാധാരണ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ മെഷർമെൻറ്റിൽ തന്നെ മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ മെയിൻ ക്ലോത്തും സെയിം മെഷർമെൻറ്റിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ ലൈനിങ് ക്ലോത്തിൻ്റെ, ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിൻ്റെ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ ഈ നെക്ക് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ ക്യാൻവാസിലും നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ഇവിടെ കൂടി ഈ നല്ല പീസിൻ്റെ റോങ് സൈഡിൽ ഇവിടെ കൂടി വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ കൈയുടെ ഈ ഭാഗത്തു കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ലൈനിങ് ക്ലോത്ത് ഇത് നമ്മൾ ഈ നെക്കിൻ്റെ പോർഷനും തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൈയുടെ പോർഷനും തയ്ച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സ്ലീവ് വെക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഇനി നമുക്കിത് ഈ കഴുത്തിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം, കട്ട് ചെയ്ത് മാറ്റാം. നെക്കിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്നും താഴേക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നു. സെൻറ്റർ ഭാഗം ഇങ്ങനെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലൂ കളറിലുള്ള തുണിയിൽ നമ്മൾ ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഈ ക്ലോത്ത്. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം ഇതിങ്ങനെ മടക്കി ഇങ്ങനെ നമ്മൾ സാധാരണ പൈപ്പിംഗ് വെക്കത്തില്ലേ, അതേപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ബാക്കി ഈ രണ്ടാമത്തെ പീസിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഈ പൈപ്പിംഗ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും തയ്ച്ചതിന് ശേഷം നമ്മളിത് കഴുത്തിൻ്റെ ഈ ഭാഗം കൂടി ഇങ്ങനെ പൈപ്പിംഗ് വെച്ചിട്ട് ഇതേപോലെ ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ തിരിച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് ക്ലോത്ത് കൂടി ഉള്ളതുകൊണ്ട് സാമാന്യം കട്ടിയുണ്ട്, അതുകൊണ്ടാണ് ക്യാൻവാസ് ഒഴിവാക്കിയത്. ഇതേപോലെ തന്നെ ഈ കഴുത്തിൻ്റെ ഭാഗവും പൈപ്പിംഗ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പോർഷൻ ഇങ്ങനത്തെ കവർ ചെയ്ത് ഇങ്ങനെ വരും. ഓക്കെ, കഴുത്തിൻ്റെ ഈ രണ്ട് ഭാഗവും ഞാൻ പൈപ്പിംഗ് വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ മടക്കി തയ്ച്ചിരിക്കുകയാണ് കേട്ടോ. ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ ഈ പീസ് ഇതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുകൾ ഭാഗം ഒരു അല്പം ഇറക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും ഭാഗം ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല, ഫുള്ള് വേണം എന്നുള്ളവർക്ക് മുകളിൽ വെച്ച് തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ച് ഇവിടെ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനത് ഈ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് പീസിൽ ഞാൻ ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ നെക്കിൻ്റെ ഈ ഭാഗം, നെക്കിൻ്റെ ഈ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് റിവേഴ്സ് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് റിവേഴ്സ് ചെയ്തെടുക്കാം. ബാക്ക് പീസ് ഇതുപോലെ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ പോർഷൻസ് തമ്മിൽ അറ്റാച്ച് ചെയ്യാം.
ഇവിടെ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴേക്കുള്ള സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ സ്കേർട്ട് പാർട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാനിപ്പോൾ ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നില്ല, കാരണം സ്ലീവിൻ്റേത് മാത്രമായ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം സംശയമുള്ളവർക്ക്. അപ്പം സ്ലീവിൻ്റെ അറ്റത്തും സ്ലീവിൻ്റെ കൈയുടെ അറ്റത്തായിട്ടും ഇതുപോലെ പൈപ്പിംഗ് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി അതിനുശേഷം ഞാൻ ആ ബാലൻസ് ക്ലോത്തിൽ നിന്നും സ്കേർട്ട് പാർട്ടിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് ഫുൾ വിഡ്ത്ത് തന്നെ 42 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ്. ഫുൾ വിഡ്ത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് വന്നിട്ട് ഞാനിവിടെ 27 ഇഞ്ച് ലെങ്താണ് എടുത്തിരിക്കുന്നത്. 27 ഇഞ്ചും സ്കേർട്ടിന് 27, മുകളിൽ 14 ഇഞ്ചും വരും. അപ്പോൾ എനിക്കിവിടെ ഒരു 39 ഇഞ്ചൊക്കെ ലെങ്താണ് ടോട്ടൽ ലെങ്ത് കിട്ടേണ്ടത്. അപ്പോൾ ഇതിന് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്, താഴെയും മുകളിലും ഒക്കെ ആയിട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് പീസ് എടുക്കുക. ഈ ബാക്ക് പീസിൽ നമ്മൾ ഈ ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, സ്കേർട്ട് പാർട്ടിനുള്ള ക്ലോത്ത്, അത് ഡയറക്റ്റ് ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുക. അതേ ഇങ്ങനെ തുണി ഇങ്ങനെ മടക്കിയിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒരു നോച്ച് ഇവിടെ കൊടുക്കുക. ആ നോച്ച് ഇതിൻ്റെ സെൻറ്ററിലും കൂടി വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഇവിടെ വെച്ച് വരത്തക്ക രീതിയിൽ തുല്യമായിട്ട് പ്ലേറ്റ്സ് കൊടുത്തു പോവുക. കാരണം നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ഭാഗത്ത് കൂടുതലും കുറവും വരും. അതുപോലെ ബാക്ക് പീസിൽ അങ്ങനെ ചെയ്യുക. ഫ്രണ്ട് പീസിൽ വന്നിട്ട് ഞാൻ ഈ ക്ലോത്തിൻ്റെ കൃത്യം പകുതി ഭാഗം വെച്ചൊന്ന് കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയുമാണ് ക്ലോത്ത് ഉള്ളത്. അപ്പോൾ ഈ ഭാഗത്തു കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഒരു കട്ടിങ് വന്നില്ലേ, അതേപോലെ തന്നെ ഈ പീസിലും ഒരു കട്ടിങ് ഞാൻ ഇവിടെ കണ്ടോ, കൃത്യം പകുതിയായിട്ട് ഈ ക്ലോത്തിനെ 2 പീസാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുകളിൽ ചെയ്തതുപോലെ തന്നെ താഴത്തെ ഈ ഭാഗത്തും ബ്ലൂ കളറിലുള്ള ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്ത് ഇതുപോലെ ഇവിടെയും പൈപ്പിംഗ് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പീസിലും പൈപ്പിംഗ് ഇങ്ങനെ താഴെ വരെയും വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം സെയിം ഇവിടെ നമ്മളൊരു പടി വെച്ച് തയ്ച്ചില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നും താഴെ വരെ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല. ഇവിടെ നിന്നും ഒരു 4-5 ഇഞ്ച് കണ്ടോ മുകളിലേക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ഓപ്പണിംഗ് വരുന്ന രീതിയിൽ ഇത്രയും നീളത്തിൽ വരെ നമ്മൾ ആ പടി വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കുക. ഇവിടെ ഞാൻ സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2 സ്ലീവ് ഇതുപോലെ തന്നെ സ്ലീവിൻ്റെ പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പീസ് ഞാൻ പറഞ്ഞല്ലോ, ബാക്ക് പീസ് വെറുതെ ഫ്രില്ല് കൊടുത്തിട്ട് പ്ലേറ്റ്സ് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസിലാണ് ഇതുപോലെ അറ്റാച്ച് ചെയ്യേണ്ടത്. ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തിരുന്നു, 2ആയിട്ട് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്ത് ഇതേപോലെ തന്നെ ഞാൻ കണ്ടോ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, പൈപ്പിംഗ് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കൃത്യം പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഈ ബ്ലൂ കളറിലുള്ള പൈപ്പിംഗ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിവിടെ ഒരു പടി വെച്ച് തയ്ച്ചില്ലേ, ഈ ടോപ്പ് ഭാഗത്ത് ഒരു പടി വെച്ച് ഇത് അറ്റാച്ച് ചെയ്തില്ലേ ചേർത്ത് വെച്ച് എന്ന് പറഞ്ഞതുപോലെ തന്നെ വേണമെങ്കിൽ ഇതിങ്ങനെ ഒരു തുണി അടിയിൽ വെച്ചിട്ട് പടി പോലെ വെച്ച് ഇതേപോലെ തുണിയിലേക്ക് ഇത് ചേർത്ത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെയല്ല, ജീൻസിൻ്റെയൊക്കെ ഒപ്പമാണ് ഇടുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഇവിടം വരെയൊക്കെ മതി, ബാക്കി ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു തരമാണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ബട്ടൺ വെച്ച് അറ്റാച്ച് ചെയ്യാം. ഒരു 5-6 ബട്ടൺ ഇങ്ങനെ വെച്ച് അറ്റാച്ച് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഞാനിവിടെ ചെയ്തതുപോലെ തന്നെ ഒരു പടി വെച്ചിട്ട് ഇതും കൂടി ഇങ്ങനെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്നും ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. താഴെ കുറച്ച് ഭാഗം ഓപ്പൺ ആയി കിടക്കുകയാണ്. താഴെ ഒരു 5 ഇഞ്ച് ഇവിടം വരെ നമ്മൾ ചെയ്യുന്നുള്ളൂ. താഴേക്ക് കുറച്ചൊരു 5 ഇഞ്ചോളം ഓപ്പൺ ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ പടി വെച്ച് തയ്ച്ചതിന് ശേഷം നമ്മൾ ഈ ഫ്രണ്ട് പീസിലേക്ക് ഈ ഭാഗം ഇതുപോലെ തന്നെ പ്ലേറ്റ്സ് കൊടുത്തിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങനെ ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗവും നമ്മൾ പ്ലേറ്റ്സ് കൊടുത്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കും. നമ്മൾ ഈ ഭാഗം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗം വന്നിട്ട് ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഇതേപോലെ ഒരു പടി വെച്ച് തയ്ച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ 2 സ്ലീവ് തൊട്ട് താഴെ വരെയുള്ള ഭാഗം കൂട്ടി തയ്ക്കുക, 2 സൈഡിലും കൂട്ടി തയ്ക്കുക, അതുപോലെ അടിഭാഗം മടക്കി തയ്ക്കുക. അങ്ങനെ നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. കയ്യിലും ഇതേപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ. നിങ്ങളിത് പുറമേ കൊടുത്ത് തയ്ക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ് ചാർജ് മാത്രം ഒരു 500 റുപ്പീസൊക്കെ കൊടുക്കേണ്ടി വരും. കാരണം ഇത്രയും പൈപ്പിംഗ് ഒക്കെ വെച്ച് തയ്ക്കുമ്പോൾ കുറച്ചുകൂടി സ്റ്റിഫായി നിൽക്കുന്ന കോട്ടൺ ക്ലോത്തിൽ തയ്ച്ചാൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. അതുപോലെ ഈ പൈപ്പിംഗ് ഒക്കെ ഗോൾഡൻ കളറിലുള്ള ക്ലോത്ത് വെച്ചൊക്കെ ചെയ്താലും പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുർത്തി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
താങ്ക് യു ഫോർ വാച്ചിങ്.